ഇതെന്താ ബട്ടർ ക്രീം ഫ്ലവർ ആണോ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് വെക്കുന്നേ എന്ന് ചിന്തിക്കേണ്ട. നോർമൽ വിപ്പിംഗ് ക്രീമിനെ കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ തന്നെയാട്ടോ. ഇങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഫ്രീസറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ ക്രീം ഫ്ലവേഴ്സ് എടുത്ത് വെക്കുന്ന പോലെ നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. നോർമലി നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി സ്പോട്ടിൽ വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സ്ഥാനം മാറ്റം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കുമ്പോൾ ഡാമേജ് പറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രീസറിൽ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ക്രീം മെൽട്ട് ആവുന്ന ആ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. നമുക്ക് വിചാരിച്ച പോലെ എടുത്തും മറിച്ചും തിരിച്ചും ഒക്കെ വെക്കാനും പറ്റും. അപ്പോൾ ക്രീം മെൽട്ടാകുന്നതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത പാടെ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഫ്രീസറിലോട്ടേക്ക് അങ്ങ് കൊണ്ടുവച്ചോ. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ ഈ ഒരു ചൂട് കാരണം നമ്മുടെ ക്രീം മെൽട്ടായി പോയി ഫ്ലവേഴ്സ് വരക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. ഫ്ലവേഴ്സ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചല്ലോ, പിന്നെ പഠിക്കാനില്ലല്ലോ. നമ്മൾ പിന്നെ കേക്കല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ ആ കേക്കും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് സെറ്റ് ചെയ്യും.